സഹകരണ മേഖലയിലെ ഇഡിയുടെ രാഷ്ട്രീയ ഇടപെടലിൽ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കരുവന്നൂരിൽ മുഖ്യപ്രതിയായ ആളെ ഇഡി മാപ്പുസാക്ഷിയാക്കുന്നു. നിയമപരമായി നടക്കാൻ പാടില്ലാത്തതാണ് സംഭവിക്കുന്നതെന്നും മുഖ്യമന്ത്രി. കേരളത്തിലെ സഹകരണ മേഖലയിൽ ഇഡിയുടെ രാഷ്ട്രീയ ഇടപെടലിലാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. ഇപ്പോൾ കേരളത്തിലെ വലിയ തോതിലുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു. ആ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ എഴുതിയല്ലോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇങ്ങനൊരു കാര്യം നടന്നിരിക്കുന്നു, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ടത്, ഈ കുറ്റവാളികളെ കണ്ടെത്തുന്നതിനുള്ള ഫലപ്രദമായ ഇടപെടലുണ്ടാവണം, എല്ലാ പിന്തുണയും സംസ്ഥാന സർക്കാർ നൽകും എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയല്ലോ. ചിലത് അവർക്കേ സാധിക്കും, അവരാണ് ഇടപെടേണ്ടത്. ഇതിൻ്റെ ബാക്കി പത്രം ഞാനിപ്പോൾ പറയുന്നില്ല, എന്താണ് ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു സ്ഥാപനത്തിൽ തെറ്റായ കാര്യങ്ങൾ നടന്നു, സംസ്ഥാന സർക്കാർ ഫലപ്രദമായി അതിൽ ഇടപെട്ടു, എല്ലാ ഏജൻസികളും ഇടപെട്ടു. ഈ പറഞ്ഞ പുറം ഏജൻസി വന്നു, അവരുടെ അന്വേഷണം ആരംഭിച്ചു. എന്താ അവർ ചെയ്തത്? ആ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് ഏറ്റവും അധികം കോട്ടം തട്ടുന്ന രീതിയിൽ ഇടപെട്ട ഒന്നാം പ്രതിസ്ഥാനത്തിരിക്കേണ്ട വ്യക്തി, ആ മനുഷ്യനെ മാപ്പുസാക്ഷിയാക്കുകയാണ്. എന്താ അതിൻ്റെ ഉദ്ദേശം? രാഷ്ട്രീയമായി ചിലരെ തേജോവധം ചെയ്യാനുള്ള പ്രചരണത്തിനുള്ള കരുക്കൾ ഇയാളിൽ നിന്ന് കിട്ടണം. സ്വാഭാവികമായി കിട്ടുമല്ലോ, കാരണം മാപ്പുസാക്ഷിയാകുന്നതന്നെ അതിൻ്റെ ഭാഗമായിട്ടല്ലേ. നിയമ നടപടിയല്ലേ സ്വീകരിക്കേണ്ടത്, നിയമപരമായ വിചാരണയല്ലേ നേരിടേണ്ടത്. ആ കുറ്റത്തിൽ നിന്ന് അയാളെ രക്ഷിക്കാനല്ലേ നോക്കുന്നത്, രക്ഷിക്കുന്നതിൻ്റെ പ്രത്യുപകാരം ചെയ്തു കൊടുക്കല്ലേ. സഹകരണ മേഖലയിലെ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ കർശന നടപടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അഴിമതി ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ, അതാരുടെ ഭാഗത്തു നിന്നായാലും അവർക്ക് ഒരു തരത്തിലുള്ള പരിരക്ഷയും വകുപ്പിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഉണ്ടാകില്ല എന്നത് അനുഭവത്തിലൂടെ വ്യക്തമാണ്. അതൊരാവർത്തി കൂടി വ്യക്തമാക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. 9ാമത് സഹകരണ കോൺഗ്രസ് തിരുവനന്തപുരം നിശാഗന്ധിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.